കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ലൈവ് വാൾപേപ്പർ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും എന്റെ ഫോണിലൊരു ലൈവ് വാൾപേപ്പർ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ജിഫ് ഇമേജ് ആണ്. ഈ ജിഫ് ഇമേജ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ ജിഫ് ഇമേജുകൾ എങ്ങനെ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഏത് വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും ജിഫ് ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ആ ജിഫ് ഇമേജുകൾ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ജിഫ് ലൈവ് വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഫ്രീ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ മാത്രം ഇതേപോലെ അഡ്വർടൈസ്മെന്റുകൾ വരും. നിങ്ങളത് സ്കിപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജിഫ് ഇമേജുകൾ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ജിഫ് ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. നോക്കുക, ഇവിടെ കുറെ ജിഫ് ഇമേജുകൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ജിഫ് ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഒരു ജിഫ് ഇമേജ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കും. നോക്കുക, അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇത് ഫുൾ സ്ക്രീനിൽ വന്നിട്ടില്ല. ഫുൾ സ്ക്രീനിൽ വരാനായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു പെൻ ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ജിഫ് ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് പിക്ക് ചെയ്ത് ഈ സ്ക്രീനിൽ മൊത്തം അതേ കളറാക്കും. നോക്കുക, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇത് പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് ആ ഒരു ഇമേജ് പിക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഞാൻ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് കളറായിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ നമുക്ക് മറ്റേതെങ്കിലും ഒരു കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ റെഡ് കളറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡൺ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം ബാക്ക് ചെയ്ത് നോക്കാം. നോക്കുക, ഫോണിൽ ഇപ്പോൾ ഒരു ജിഫ് ഇമേജ് വാൾപേപ്പർ ആയിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ചെയ്യുക. ഞാൻ മറ്റൊരു ജിഫ് ഇമേജ് ഇതിലേക്ക് നോക്കുക, ആൻഡ്രോയിഡിന്റെ ഈ ഒരു ജിഫ് ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊരു ചെറിയ ഇമേജ് ആണ്. ഇതിന്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൂട്ടാം. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളറ് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ പച്ച കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ല ബ്ലാക്ക് തന്നെ ഫുൾ സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡൺ ചെയ്യുക. ഇപ്പോൾ ഈ ജിഫ് ഇമേജ് വാൾപേപ്പറായിട്ട് സെറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂൾ സൂപ്പർ ഹീറോ വാൾപേപ്പർ. നോക്കുക, ഇവിടെ സൂപ്പർ ഹീറോസിന്റെ ആനിമേറ്റഡ് ആയിട്ടുള്ള കുറെ ഇമേജുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഞാനിവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സെറ്റ് വാൾപേപ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് ചെയ്ത് നോക്കാം. നോക്കുക, സൂപ്പർമാൻ ബാറ്റ്മാനെ സഹായിക്കുന്ന ഒരു ആനിമേറ്റഡ് ഇമേജ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇതുപോലെ കുറെ ഇമേജുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ കുറച്ച് ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ജിഫ് ഇമേജുകൾ വാൾപേപ്പർ ആക്കുമ്പോൾ അത്രയ്ക്ക് ബാറ്ററി ചാർജ് ഇത് എടുക്കുന്നില്ല. എന്നാൽ രണ്ടാമത് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ കുറച്ച് കൂടുതലാണ് ബാറ്ററി ചാർജ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.